സുദർശന ചക്രത്തിന്റെ അഹങ്കാരം ഇല്ലാതെയാക്കിയ ഒരു സംഭവം ഹനുമാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കും. ദേവലോകത്ത് സുദർശന ചക്രത്തിന് അഹങ്കാരം വന്നു. താൻ മഹാവിഷ്ണുവിന്റെ പ്രധാന ആയുധമാണെന്നും തന്നേക്കാൾ ശക്തനായ ആരുമില്ലെന്നും അത് അഹങ്കരിക്കാൻ തുടങ്ങി. മറ്റു ദേവതകൾ ഭയന്നു വിഷമിച്ചു. ഈ വാർത്ത ഹനുമാന്റെ ചെവിയിലെത്തി. തന്റെ സ്വാമിയായ ശ്രീരാമന്റെ ആജ്ഞപ്രകാരം ഹനുമാൻ സുദർശന ചക്രത്തെ ശാന്തമാക്കാൻ പുറപ്പെട്ടു. സുദർശന ചക്രത്തെ കണ്ടപ്പോൾ ഹനുമാൻ അതിന്റെ അഹങ്കാരത്തെ കളിയാക്കി. തന്റെ വാൽ കൊണ്ട് സുദർശന ചക്രത്തെ തൊട്ടു. അപ്പോൾ സുദർശന ചക്രം ഹനുമാന്റെ വാലിൽ പറ്റിപ്പിടിച്ചു. ഹനുമാൻ വലിയ ബലത്തോടെ വലിച്ചിട്ടും ചക്രം അഴിയുന്നില്ല. ഹനുമാൻ തന്റെ ശരീരത്തിലെ അഗ്നിയെ ഉപയോഗിച്ച് ചക്രത്തെ ചുട്ടു. ചക്രം വേദന കൊണ്ട് നിലവിളിച്ചു. അപ്പോൾ ഹനുമാൻ ചക്രത്തോട് പറഞ്ഞു, നീ മഹാവിഷ്ണുവിന്റെ ആയുധമാണെങ്കിലും നിന്റെ അഹങ്കാരം കാരണം നീ എന്നെ വേദനിപ്പിച്ചു. എന്നാൽ ഞാൻ നിന്നെ ക്ഷമിക്കുന്നു. ഇനി മുതൽ അഹങ്കരിക്കരുത്. ഹനുമാന്റെ വാക്കുകൾ കേട്ട് സുദർശന ചക്രം തന്റെ തെറ്റു മനസ്സിലാക്കി. അഹങ്കാരം ഉപേക്ഷിച്ച് ഹനുമാനോട് ക്ഷമ ചോദിച്ചു. അന്നു മുതൽ സുദർശന ചക്രം തന്റെ ശക്തിയെ ദുരുപയോഗം ചെയ്തില്ല. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്നത് അഹങ്കാരം നശിപ്പിക്കും. എത്ര ശക്തനായ ആളായാലും അഹങ്കാരം നശിപ്പിക്കും എന്നത് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹനുമാന്റെ ദയാലു സ്വഭാവം. ഹനുമാൻ എത്ര വലിയ ശക്തിയാണെങ്കിലും അദ്ദേഹം ദയാലുവും ക്ഷമിക്കുന്നവനുമായിരുന്നു. ശക്തിയെ ദുരുപയോഗം ചെയ്യരുത്. ശക്തിയുള്ളവർ അത് ദുരുപയോഗം ചെയ്യരുത്. ശക്തിയെ നന്മയ്ക്കായി ഉപയോഗിക്കണം. ഈ കഥ പ്രത്യേകിച്ചും കുട്ടികൾക്ക് അഹങ്കാരത്തിന്റെ ദോഷത്തെക്കുറിച്ചും ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു നല്ല ഉദാഹരണമാണ്.